നിങ്ങൾ വെയിലിൻ്റെ അവസ്ഥ കണ്ട നിങ്ങൾ എന്നെ ഇത്രയും വെളിച്ചത്തിൽ എൻ്റെ ഷേഡോ കാണിക്കാൻ പറ്റുമെങ്കിൽ വെളിച്ചത്തിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അങ്ങനെയൊന്നല്ല കാര്യങ്ങൾ. എല്ലാവരും ശരിയായി മുഴുക്കോടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഡേ ടു ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ജോലിയുണ്ട്, പക്ഷേ ഇന്ന് ജോലി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല, മറ്റൊന്നും ഉണ്ടാവില്ല. എനിക്ക് പോകാൻ തോന്നുന്നില്ല. എന്തോ ഒരു വിമിഷ്ടം. ചിലപ്പോൾ പോവും, ചിലപ്പോൾ പോവില്ല. ഡിപ്പെൻസ് നാളത്തെ ഒരു മൂഡ് അനുസരിച്ചിട്ട്. ഇന്നിപ്പോൾ എണീറ്റപ്പോൾ 1 മണി ആയി. ഇപ്പം സമയം 2 മണിയായി. എണീറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കുറച്ചെന്ന് ഉദ്ദേശിച്ച് ഇന്നലെ ഉണ്ടാക്കിയ പോർക്കറി ഇരിപ്പുണ്ടായി. അപ്പം അതും ടോർട്ടെല്ലാം കൂടി കൊണ്ടൊരു പിടി അങ്ങോട്ട് പിടിച്ചു, ഒരു ഞെരുക്കെല്ലാം കൂടി ഞെരുക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ പോവുകയാണ് യാത്രയ്ക്ക്. പരീക്ഷ കഴിഞ്ഞ് പിറ്റത്തെ 2-3 ദിവസം ചെയ്യാൻ വെച്ചത് ഇപ്പം ചെയ്യുന്നു എന്ന് മാത്രം. ഇന്നിപ്പോൾ നമ്മൾ എൻ്റെ ഹോം ടൗൺ എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ഔഷനിലേക്കാണ് പോകുന്നത്. ഹോം ടൗണൊന്നല്ല, ഒരു ഷോപ്പിംഗ് മാൾ, അത്രേ ഉള്ളൂ. അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ്. ഷോപ്പിംഗ് മാളിൻ്റെ പേര് എന്ന് പറയുന്നത് കൊറോണ എന്നാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ കൊറോണ കാലം ഓർമ്മ വരുമെന്നുണ്ടെങ്കിലും അവിടെയുള്ള ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ്, വലിയ സൂപ്പർ മാർക്കറ്റായ ഔഷനിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. അവിടെ പോയി കഴിയുമ്പോൾ എനിക്കൊരു പ്രത്യേക സുഖമാണ്, ഒരു ഹോംലി ഫീലിംഗ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുക്രൈനിലുള്ളപ്പോൾ തൊട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഈ ഔഷൻ. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അതേപോലെ തന്നെ പണ്ട് തുടങ്ങിയ ബൾക്ക് സ്റ്റോക്കിംഗ് ചെയ്യാൻ ഞാൻ പോകുന്നതാണ്. ഈ പോളണ്ടിൽ വന്നു കഴിഞ്ഞിട്ടും എപ്പോഴൊക്കെ എനിക്ക് ബൾക്ക് സ്റ്റോക്കിംഗ് ചെയ്യണം അപ്പോഴൊക്കെ ഞാൻ പോയി അവിടുത്തെ സാധനം എടുക്കാറ്. കാരണം ദേ നെവർ ഡിസപ്പോയിൻറ്റ് മീ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പോയ കൗഫ്ലൻഡും സെറ്റ് ചെയ്തിരുന്നു കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ വേറൊരു ഫേവറേറ്റ് സ്ഥലമാണ് ഈ പറയുന്ന ഔഷൻ. അപ്പം അങ്ങടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അതേപോലെ വേറെ എവിടെയെങ്കിലുമൊക്കെ കയറി ഇറങ്ങും, അതും ഉണ്ടാവുമായിരിക്കണം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എൻ്റെ നേരത്തെ നടത്തത്തിന് ശേഷം അവസാനം നമ്മൾ ഇതെന്ത് കണ്ണാടിക്കുന്നതൊരു പ്രശ്നം, ആ ഗുദാമിലെത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഗുദാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനറ്റത്തേക്കായിട്ടാണ് ഈ പറയുന്ന കൊറോണ മോൾ. ഇത് അവിടെ അറ്റത്ത് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട് അവിടെ. ഇത് ഫുള്ള് ഇഷ്ടം പോലെ കടകൾ. ഇത് ഇവിടെ നിന്ന് ഒട്ടും ഇങ്ങോട്ട് തുടങ്ങുകയാണ്. പിന്നെ അത് മീഡിയ എക്സ്പേർട്ടിൽ നിന്നാണ് എൻ്റെ കയ്യിലുള്ള കൂടുതൽ ഇലക്ട്രോണിക്സ് എടുത്തേക്കുന്നത്. അതേപോലെ കുറേ കടകളുള്ള ഒരു സ്ഥലം, അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്നപ്പോൾ നമ്മൾ കടകളിലൊന്നും കയറുന്നില്ല, ആകെ ഈ കടകളിലൊന്നും കയറുന്നില്ല, അങ്ങ് അറ്റത്തുള്ള ഔഷനിൽ കയറും. അതേപോലെ തന്നെ അപ്പുറത്ത് ഡെക്കാത്തലോണുണ്ട്. അപ്പോൾ അവിടെ കയറാൻ പറ്റിയാൽ കയറും. പക്ഷെ നമ്മുടെ കയ്യിൽ സമയം കുറവാണ്. എണീറ്റപ്പോൾ വൈകി ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷേ ഇനി ആകെ എൻ്റെ ഒരു 1/4 മണിക്കൂർ കൂടെ ഉള്ളൂ. അതിനുള്ളിൽ എനിക്ക് ഔഷനിൽ കയറി ഇറങ്ങണം, തിരിച്ചു പോകണം, എന്നിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകണം. എന്താ പറയുക, ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. ഫുട്ബോൾ കളി ഇത്രയും നേരമില്ലായിരുന്നു. തുമ്പത്തെത്തിപ്പോഴോ അമ്മ വിളിച്ചിട്ട് ഫുട്ബോൾ കളിക്കാമെന്ന് പറഞ്ഞ്. പിന്നെ നമുക്ക് ഫുട്ബോൾ കളിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടും നമ്മുടെ 3 മാസത്തെ ഗർഭം കളയാൻ താല്പര്യമുള്ളത് കൊണ്ടും നമ്മൾ പിന്നെ ഒന്നും പറഞ്ഞില്ല, വരാം എന്ന് പറയുകയായിരുന്നു. അപ്പോൾ കളിയുണ്ട്, അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് കൊടുക്കും. കാരണം അവിടെ കുറേ വെറുപ്പിക്കൽ പരിപാടികളൊക്കെ ഉണ്ടാവും. അതൊരു വീഡിയോയ്ക്കുള്ള സാധനം തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഔഷനിൽ പോയിട്ട് അവിടെ എന്തൊക്കെ ഓഫർ ഉണ്ട്, എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ കാണിച്ചു തരാം. പിന്നെ ഔഷനിൽ നിങ്ങൾ എപ്പോൾ മേടിക്കാൻ പോയാലും കൗഫ്ലൻഡിലെ പോലെ തന്നെ കാർഡ് കയ്യിലുള്ളത് നല്ലതായിരിക്കും. പക്ഷേ കാർഡില്ലെങ്കിൽ സാധനം മേടിക്കാൻ പറ്റും. പക്ഷേ കുറേ ഓഫറൊക്കെ കിട്ടണമെങ്കിൽ അവിടുത്തെ കാർഡ് വേണം എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പിന്നെ ഇലക്ട്രോണിക്സ് ഒന്നും അവിടെ നിന്ന് മേടിക്കാൻ നിൽക്കരുത് കേട്ടോ. അത് ഞാൻ ഒരു ചെറിയ ഡിസ്ക്ലെയിമർ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് ഈ അടുത്ത് വന്ന ഒരു കമൻറ്റാണ്, പോകുമ്പോൾ ഒരു 5-6 കൂട്ടുകാരെയൊക്കെ കൊണ്ട് പൊക്കൂടെ, പത്തിരും കൂടി ഓളാവില്ലേ വീഡിയോസ് കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് കൂട്ടുകാരെ കൊണ്ടൊന്നും പോകണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ്, എനിക്ക് ജോലിയുള്ളപ്പോൾ അവർക്ക് ജോലി ഉണ്ടാവില്ല, അവർക്ക് ജോലിയുള്ളപ്പോൾ എനിക്ക് ജോലി ഉണ്ടാവില്ല. അപ്പോൾ 2 കൂട്ടരുടെയും ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്ന സാധനം മാച്ചിങ് ആവാത്തത് ഒരു വലിയ തലവേദനയാണ്. അതാണ് പ്രധാന കാരണം. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ കാര്യമായിട്ട് കൂട്ടുകാരെ ഞാൻ അധികം അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല. ആകെ കുറച്ച് കൂട്ടുകാരേ ഉള്ളൂ. അത് മുൻകാല സുഹൃത്തം എന്നൊക്കെ പറയുന്ന പോലെ മുൻകാലത്ത് കൂട്ടുകാരെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന കുറേ പേരിൽ നിന്നും നല്ല രീതിയിൽ പിന്നീന്ന് കുത്തും, മറ്റേ കുത്തും, മറിച്ച കുത്തും ഇഷ്ടംപോലെ കിട്ടിയതുകൊണ്ട് ഞാൻ കൂട്ടുകാരെ ആർഭാടമായിട്ട് ഉണ്ടാക്കുന്ന പരിപാടികൾ കുറച്ചു. അത്രയും ഉറപ്പുള്ള കൂട്ടുകാരെ മാത്രമേ അങ്ങനെ വെക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും കൂട്ടുകാരാണെന്നല്ല, പരിചയമുണ്ട്, അവരോടൊക്കെ സംസാരിക്കും. പക്ഷെ ഒരു പോയിൻ്റ് വിട്ട് അവരെന്നിലോ ഞാൻ അവരിലോ ഡിപ്പെൻഡ് ചെയ്യാൻ പോകാത്ത ആ ഒരു റേഞ്ചിലേ നിൽക്കുന്നുള്ളൂ. ഒരു ഹായ് ബൈ അതിൻ്റെ കുറച്ചും കൂടി മേലെ എന്ന രീതിയിൽ നിൽക്കും.
ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. കാരണം കുറേ പേര് ചോദിച്ചു എന്താ ഒറ്റയ്ക്ക് പോകുന്നതെന്ന്. കാരണം എൻ്റെ ടൈം ഷെഡ്യൂള് വേറെ ആളായിട്ട് മാച്ച് ആവാത്തതും അവരുടെ ടൈം ഷെഡ്യൂൾ എൻ്റെ ഒഴിപോലെ മാച്ച് ആവാത്തതും വലിയ പ്രശ്നമാണ്. പിന്നെ എനിക്ക് വേണ്ടി അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ പറഞ്ഞ ഓപ്ഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓക്കെ, വലിപ്പം കണ്ട നിങ്ങൾ ഒരു ജില്ല ഫുള്ളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയാണ് ഇനി നമ്മൾ കയറാൻ പോകുന്നത്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല. കാരണം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏതാണ്ട് ഒരു മാസത്തിനടുത്തായി. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രെയിറ്റ് ഒരു 100 മീറ്റർ ഉണ്ടാവും. 100 അതിലും കൂടുതലുണ്ടാവും. ഇവിടെ ജ്യൂസ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ, പിന്നെ അവിടെ ആൽക്കഹോൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സ്റ്റേഷനറി ഐറ്റംസ്, പിന്നെ ഗ്രോസറീസ്, പിന്നെ കുറേ ചെടി, ഇലക്ട്രോണിക്സ്, അങ്ങനെ കുറേ ഐറ്റങ്ങൾ. ഞാൻ ആദ്യം പോകുന്നത് മീറ്റ് സെക്ഷനിലേക്കാണ്. അവിടെ പോയിട്ടാണ് ഞാൻ ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ പോകാറ്. ഞാൻ മീൻ മേടിക്കാറുള്ളത് ഇവിടെ നിന്നാണ് കേട്ടോ. 100 ഗ്രാമിൻ്റെ റേറ്റാണ് മിക്ക ചിലതിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. ചിലതിൽ 1 കിലോൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഐസിൽ മൂടി പുതച്ച് വെച്ചേക്കാണ്. ഇത്രയും മീനുകൾ ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ ചെമ്മീനുണ്ട്. ആ ചെമ്മീൻ 75 സ്ലോട്ടി, ആ ചെമ്മീൻ 66. അതേപോലെ അങ്ങോട്ട് പോകുമ്പോൾ സാൽമൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ പൊതുവെ മീൻ മേടിക്കാറുള്ളത്. അതേപോലെ മീറ്റ് സെക്ഷൻ അവിടെ ഇല്ലെന്ന്, അതിലൊന്നും ഓഫറില്ല. സവോളയ്ക്ക് ഓഫറുണ്ട്, പക്ഷെ കൗഫ്ലൻഡിൻ്റെ അടുത്ത് വരില്ല കേട്ടോ. ഉരുളൻകിഴങ്ങിന് ഒടുക്കത്തെ വിലയുള്ളൂ 5.98. സവോളയ്ക്കാണെങ്കിൽ 3.89. വേണ്ട, പഴത്തിന് 6.99, കോളിഫ്ലവറിന് 9.99. ഇത്രയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇന്ന് എന്താ നിങ്ങൾക്ക് ഭാഗ്യമില്ലാന്ന് തോന്നുന്നു ഇവിടുത്തെ ഓഫറുകൾ കാണാൻ. പിന്നെന്താ ഇവിടെ ഉള്ള പിന്നെ ഇത് ഇവിടെ വെക്കട്ടെ. ഇതിന് ഇത്തിരി വലിപ്പം കൂടുതലാണ്. നല്ല കാണാൻ ഭംഗിയുള്ള ഈ ആപ്പിളിൻ്റെ വില 5.49. എനിക്ക് വേണ്ട. പിന്നെന്താ ഉള്ള പിന്നെ ഇവിടെ വേറെ ഓഫറുകളൊന്നും കാണുള്ള. ഞാൻ എന്ന് വീഡിയോ എടുത്താലും ഈ പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. പിന്നെ ഇവിടെ സ്ട്രോബെറി ഉണ്ട്. സ്ട്രോബെറിക്ക് 13. എൻ്റെ പട്ടി മേടിക്കും. എന്താ ചെറി ടൊമാറ്റോ, അതിന് 9.99. വേണ്ട. മഷ്റൂം 7.99. വേണ്ട. എന്തൊക്കെയോ ഇലകൾ. തക്കാളി ഈ ടൈപ്പിന് 16 സ്ലോട്ടി. വേണ്ട. ഇവിടെ കുറേ നമ്മുടെ കശുവണ്ടി മുതലായ ഐറ്റംസ് വേണ്ട. കൊടുക്കുന്ന വില ആയതുകൊണ്ട് കേട്ടോ. പിന്നെ എനിക്ക് സ്ഥിരം പോകേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഇവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടാവും. ആ സെക്ഷനിലാണ് പിന്നെ ഞാൻ പൊതുവേ മുടങ്ങാതെ പോകുന്നത്. അവിടെ എന്നെ ഇതേവരെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. പരിപ്പെടുക്കാം. പിന്നെ എന്തെടുക്കാനുള്ള സോയാബീൻ എവിടെ നിന്നാണ് മേടിക്കാറുള്ളത് എന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടെങ്കിൽ സോയാബീൻ്റെ ഇതാണ് സോയാബീൻ ഞാൻ വാങ്ങാറുള്ള സോയാബീൻ. 33 സ്ലോട്ടി. ഇത് ബില്ല് പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യത്തിന് എടുക്കുക. എന്നിട്ട് ഈ നമ്പർ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ആ നമ്പർ അവിടെ പോയി നോക്കിയിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടും. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഈശ്വരൻ എന്ന് ഒരെണ്ണത്തിനും ഒരു ഓഫറില്ലടാ. ഇതെന്ത് ഓഫറുള്ള പെട്ടി ഇതേ കാലി. വേറെ ഒന്നിനൊന്നും ഓഫറില്ല. സുഭാഷ് നമുക്കിപ്പോൾ നോക്കാം, എന്തേലൊക്കെ കിട്ടുമായിരിക്കണം. ഇത് ഓഫറിൽ വെച്ചേക്കുന്നതാണോ? 28 സ്ലോട്ടിക്ക് ഞാൻ വാങ്ങൂല. പിന്നെ അപ്പോൾ നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് സഖാക്കളെ. അതായത് ഓഫർ ഇല്ല വലിയ കാര്യമായിട്ട്. എന്നാലും നമുക്കൊന്ന് നടക്കാം ഒരു റൗണ്ട് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും പറയാൻ പറ്റില്ല. അപ്പോൾ ചുമ്മാ നടക്കുന്ന കൂട്ടത്തിൽ ഞാൻ അലക്കാൻ ഉപയോഗിക്കുന്ന ക്യാപ്സ്യൂൾ ഓഫറിൽ കാണുന്നുണ്ട്. ഓഫർ പറ്റിച്ചു. ഇതിൻ്റെ സാധനമാണ് ഞങ്ങൾക്ക് ബിദ്രോങ്കിൽ 59 സ്ലോട്ടിക്ക് ഇരിക്കണം. 3 സ്ലോട്ടിക്ക് എനിക്ക് വിലയുണ്ട്. അപ്പോൾ അത് ചീറ്റിപ്പോയി. ഡ്രസ്സ് ഞാൻ ഇവിടെ നിന്ന് മേടിക്കാറില്ല. ഡ്രസ്സ് ഞാൻ റിസർവ് ചെയ്യുന്ന അല്ലെങ്കിൽ സാറിൽ നിന്ന് എടുക്കാറ്. സാറിന് എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. അവിടെ നിന്ന് എടുക്കാറ്. ഇവിടെ വേറെ ഓഫർ ഒന്നും ഞാൻ അങ്ങനെ കാണുന്നില്ല. ഇതൊരു നടന്നു നോക്കട്ടെ. നോക്കിയിട്ട് എന്തെങ്കിലും നല്ല ഓഫറുകൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വലിയ സ്ഥലം കേട്ടോ അത്. വലിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ഹ്യൂജ്. പക്ഷേ ഞാൻ വന്ന ദിവസം മോശമായി എന്ന് തോന്നുന്നു. കുച്ച് നെഹി ഹേ ഉണ്ട്. പക്ഷേ എനിക്ക് ഗുണമുള്ള ഓഫർ ഉണ്ടെങ്കിലല്ലേ അതിന് കാര്യമുള്ളൂ. ഇല്ല, ഗുണമുള്ള ഓഫറുകൾ ഒന്നും ഞാൻ കാണുന്നില്ല. ഇത്രയും നേരം നടന്നിട്ട് കാണുന്നില്ല. ഇവിടെ ബ്രെഡ് സെക്ഷനിൽ എന്തെങ്കിലും എനിക്ക് വാങ്ങാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇല്ല, വേണമെങ്കിൽ ഒരു റെഗുലർ പ്രൈസ് വേണമെങ്കിൽ എത്രയാണെന്ന് കാണിച്ചു തരാം. ഈ ടൈപ്പ് ബ്രെഡിന് 3-6 റേഞ്ചൊക്കെയാണ് ഈ ടൈപ്പ് ബ്രെഡിൻ്റെ ഒക്കെ വില. പിന്നെ എനിക്ക് ഈ പ്രാവശ്യം ഏതെങ്കിലുമൊക്കെ ചെടി എടുത്ത് സെറ്റ് ചെയ്യണം. ഇവിടെ നിന്നാണ് ഞാൻ പൊതുവെ ചെടി മേടിക്കാറുള്ളത്. ഐ മീൻ മുളച്ചിക്കണ ചെടി, അല്ലാത്തത് ഞാൻ വിത്ത മേടിക്കാറുള്ളത്. ഇവിടെ കണ്ടില്ല ഇത്രയും ചെടികൾ, അപ്പോൾ അവിടെ അതുണ്ട്. അതേപോലെ ബാർബിക്യൂ ഇത്തവണ അത് പിടിക്കണം എന്തൊരു ആഗ്രഹമുണ്ട് ടീമിന്. 42, 39, 24. വല്ലാത്ത ജാതി റേറ്റാണല്ലോ. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ, എനിക്ക് ആവശ്യമുള്ളത്. അറിയാൻ പാടില്ല, ആവശ്യമുള്ളതൊന്നും കാണാനുള്ളൊക്കെ. സോ നമ്മൾ ഈ ഒരു വീഡിയോ ചെറുതായിട്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മൂഞ്ചിക്കപ്പെട്ടു. ഇനി ഏതെങ്കിലും നല്ല ഓഫറുള്ള ദിവസം വന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വിഷമമുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചില സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ. നമ്മൾ വിചാരിക്കും കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നാൽ കിട്ടുമെന്ന്, പക്ഷെ നമുക്ക് ഉദ്ദേശിച്ച പോലെ കിട്ടൂല. ഇന്ന് അങ്ങനെ നമുക്ക് അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ പ്രതീക്ഷകളില്ലാതെ കൗഫ്ലൻഡിൽ പോയപ്പോൾ അവിടെ ഒരു മായാലോകം തന്നെ കിട്ടി. പക്ഷെ ഇന്ന് ഔഷനിൽ വന്നപ്പോൾ നമ്മൾ പറ്റിക്കപ്പെട്ടു. ഫൈൻ, അടുത്ത പ്രാവശ്യം ശരിയോ? കാരണം അങ്ങനെയാണല്ലോ, ഒരു പ്രാവശ്യം പറ്റിക്കപ്പെട്ടാൽ അടുത്ത പ്രാവശ്യം ശരിയോ. അപ്പോൾ ഇന്ന് നമ്മൾ തേക്കപ്പെട്ടു. ഓഫറുകളുണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്കൊന്നും ഓഫറില്ല. അപ്പോൾ ഞാൻ എന്ത് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റെഗുലർ ബേസിസിലുള്ള ഗ്രോസറി ഐറ്റംസ് മുതലായവയാണ് ഞാൻ നോക്കുന്നത്. അതിനൊന്നും ഓഫറില്ല. ഈ കാണുന്ന ചട്ടിയിൽ എന്താണെന്ന് മനസ്സിലായ? ഈ കാണുന്നതല്ല, ഇത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ഇങ്ങനെ വെക്കാൻ വെച്ചേക്കുന്നത് നല്ല രസമില്ല കാണാൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ ശരി, ബൈ. ഞാൻ എന്നാൽ വീഡിയോ ഓഫ് ചെയ്യാണ്. നമുക്കിനി ഫുട്ബോൾ വ്ളോഗിൽ കാണാം. ഒന്നും മേടിക്കാണ്ട് പോണത് എങ്ങനെയാണ്? അതുകൊണ്ട് ഞാനൊരു വൈൻ കുപ്പിയും ജ്യൂസും മേടിച്ചു. വേണ്ട സാധനങ്ങൾക്കൊന്നും ഓഫർ ഉണ്ടായില്ല, അതുകൊണ്ട് ഉള്ള സാധനം മേടിച്ചു. വൈൻ കുപ്പി വെച്ചു, ജ്യൂസ് വെച്ചു. അടയ്ക്കുന്നില്ല ബാഗ്, കാരണം വീഡിയോ കട്ട് ചെയ്യേണ്ടി വരും. വീഡിയോ കട്ട് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ നമ്മൾ ബില്ലെടുത്തിട്ട് ഇവിടെ കൊണ്ടങ്ങനെ വെക്കണം. ഇത് നെറ്റ് നോക്കി അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം. ആവശ്യമുള്ള സാധനങ്ങൾക്കൊന്നും ഓഫർ ഇല്ലായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു. ചിലപ്പോൾ അടുത്ത ആഴ്ച ആവശ്യത്തിലും കൂടുതൽ ഓഫർ കാര്യങ്ങളൊക്കെ കാണും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് ചലിക്കുകയാണ്, തിരിച്ച് ഹോസ്റ്റലിലേക്ക്. എന്നിട്ട് ഡ്രസ്സ് മാറുന്നു, അടുത്ത പരിപാടിക്ക് പോകുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ടൈമൊക്കെ ഭയങ്കര കുറവാണ്, കാരണം പോകണം, അടുത്ത പരിപാടിക്ക് പോകണം. എന്താല്ലേ, ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കണത് കാണിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ പോണ സമയത്തൊന്നും എനിക്കൊരു മൂഡുണ്ടാവില്ല. സമയം മാറട്ടെ, ശരിയാവും. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വേറൊരു പരിപാടിയായിട്ട് കാണാം. ബൈ. ഈ വീഡിയോ കഴിഞ്ഞു, ബാഗ് അടക്കട്ടെ. ഫോട്ടോ അല്ലെങ്കിൽ കുപ്പി പൊട്ടിക്കഴിഞ്ഞെന്ന് എനിക്ക് വിഷമമാവും. പിന്നെ എൻ്റെ ഡാഡി പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്, മദ്യപാനം ഈ ചാനലിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഞാൻ ആകെ എനിക്ക് വയ്യാത്ത ഇരിക്കുന്ന സമയത്ത് മാത്രമേ മദ്യപിക്കാറുള്ളൂ. പിന്നെ എന്തുകൊണ്ട് വൈൻ മേടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൻ മദ്യപത്തിൻ്റെ കൂടെ കൂട്ടുന്നൊരു സാധനമല്ല. പിന്നെ ഇത് ഞാൻ കുടിച്ച് കഴിഞ്ഞാൽ തീർക്കണമെങ്കിൽ എങ്ങനെ എന്നാലൊരു 2-3 മാസമൊക്കെ എടുക്കും. അതല്ലാതെ ഒറ്റയിരിപ്പിലിരുന്ന് മൊത്തം കുടിക്കുന്ന ഒരു കുടിയനല്ല ഞാൻ. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ശരി, ബൈ.